ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൊടുംകാട്ടിൽ ഒരു സൈക്കോയുടെ കയ്യിൽ പെട്ടുപോകുന്ന ഹീറോയിൻ കാണുന്ന കാഴ്ചക്കാരെയും അതേ അവസ്ഥയിലിരുത്തുന്ന ഒരു അടിപൊളി സർവൈവൽ ത്രില്ലർ മൂവിയാണ് അപ്പെക്സ് എന്ന 2026 റിലീസ് ചെയ്ത മൂവി. വീഡിയോ ലൈക്ക് ചെയ്ത് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഒരു ടെന്റിനുള്ളിൽ നിന്ന് അവൾ എഴുന്നേൽക്കുകയാണ്. ഇവളുടെ പേര് സാഷ എന്നാണ് കേട്ടോ. അവളുടെ അടുത്ത് പാർട്ട്ണറുമുണ്ട്. അവനോട് നമുക്ക് വേഗം മല കയറിയാലോ, വെതർ ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. അവരാണെങ്കിൽ ടെന്റ് അടിച്ചു നിൽക്കുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്. നേരെ ടെന്റ് തുറന്ന് പുറത്തേക്ക് പോകുന്ന ഹീറോയിനെ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ തല ചുറ്റുന്ന പോലെ തോന്നും. അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്കിഷ്ടം. ഇങ്ങനെ മലകൾ കയറുന്നതിനിടയിൽ ക്ഷീണം തോന്നുകയാണെങ്കിൽ അവിടെ തന്നെ ടെന്റ് കെട്ടിക്കിടന്ന് വിശ്രമിക്കും. അങ്ങനെ വെതർ ശരിയായി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർ വീണ്ടും അവരുടെ സാഹസികത തുടരും. അങ്ങനെ അവർ മലയ്ക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ മലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ആ മലയുടെ ഗ്യാപ്പിൽ ഹൂക്ക് വെച്ച് വളരെ ശ്രദ്ധാപൂർവം കയറിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ ഒരു കടമ്പ കൂടിയുണ്ട്. അത് കയറി കിട്ടിയാൽ അവർ ടോപ്പിലെത്തും. എന്നാൽ അവൾക്ക് എന്തൊരു ബുദ്ധിമുട്ട്, അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അവൾ താഴേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീണു. അവളുടെ പാർട്ട്ണറാണെങ്കിൽ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇനി വേണ്ട, നമുക്കിത് മതിയാക്കാം എന്ന് പറയാണ്. എന്നാൽ അവളാവട്ടെ പരാജയം സമ്മതിക്കുന്നില്ല. കയറിയേ പറ്റൂ എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ കാലാവസ്ഥയാവട്ടെ ഒട്ടും അനുയോജ്യമല്ല. നമുക്ക് ഇനിയൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നോക്കാമെന്ന് അവൻ പറയാണ്. അങ്ങനെ അവർ ടെന്റിനുള്ളിൽ റെസ്റ്റ് എടുത്തു. അതിനിടയിൽ അവളോട് അവനൊരു കാര്യം പറയുന്നുണ്ട്. തൻ്റെ ലക്ക് എല്ലാം കുറഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. എൻ്റെ ലക്കി കോമ്പസ് ഇപ്പോൾ ശരിയായി വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ ഭാഗ്യവും അതുപോലെ കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നാണ്. ഇനി എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. ഞാൻ നിന്നെ ഒരുപാട് ലവ് ചെയ്യുന്നു. ഇത് കേട്ട് അവൾക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കില്ലല്ലോ. അവൾ വേഗം ലക്കി കോമ്പസ് എടുത്ത് ഒറ്റയേറ്. അവർ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയൊക്കെ റെഡിയായെന്ന് തോന്നിയപ്പോൾ അവർ പിന്നെയും മേലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മഞ്ഞ് മുകളിൽ നിന്ന് ശക്തമായി വീഴാൻ തുടങ്ങി. കാലാവസ്ഥ വളരെ മോശമാണ്. അവൻ വേഗം അവളോട് താഴേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകി. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു വലിയ പാറക്കഷ്ണം അവന്റെ തലയിലേക്ക് വീണത്. അവളുടെ കയ്യിൽ അവന്റെ റോപ്പിന്റെ പിടുത്തമുണ്ട്. പക്ഷേ ഹൂക്ക് ചെയ്തില്ലായിരുന്നു. അവന്റെ ബോധം പോയി. അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അവൾ ഒരുപാട് ഉറക്കെ അവനെ വിളിച്ചുണർത്താൻ നോക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് അവന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവസാനം അവൾക്ക് അവളുടെ കൈ വിടേണ്ടി വന്നു. അവൻ നിലത്തേക്ക് വീണുപോയി. സഹിക്കാൻ കഴിയാതെ അവൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്പോട്ടിൽ തന്നെ അവൻ മരണപ്പെട്ടിരുന്നു. ആ സീൻ കട്ടായി 5 മാസങ്ങൾക്ക് ശേഷമുള്ള ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സാഷ ഓസ്ട്രേലിയയിലാണ്. ഇവിടെയാണ് അവളുടെ പാർട്ട്ണറുടെ സ്ഥലം. അതുകൊണ്ട് ഇമോഷണലി അവൾ വളരെ അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് അവന്റെ ലക്കി കോമ്പസും കയ്യിൽ പിടിച്ച് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ തീരുമാനിക്കുകയാണ്. കയാക്കിങ്ങിന് ഫേമസ് ആയ ഒരു സ്ഥലമുണ്ടായിരുന്നു, അതും കാടിനുള്ളിൽ. അവിടേക്കാണ് അവളുടെ യാത്ര. GPS യൂസ് ചെയ്ത് അവിടേക്ക് പോകാൻ നോക്കിയെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. കയ്യിലെ മാപ്പ് വെച്ചാണ് ഇപ്പോൾ ഉള്ള യാത്ര. അങ്ങനെ ആ സ്ഥലത്തിനടുത്തുള്ള റേഞ്ചർ സ്റ്റേഷനിലേക്ക് എത്താണ്. നേരെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ചുമരിൽ നിറയെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ ഫോട്ടോ കണ്ടിരുന്നു. അവൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നോക്കി നിൽക്കെ ഓഫീസർ വന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയാണ്. ഈ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഓഫീസർ ഒരു പേപ്പർ കൊടുത്തു. നല്ല അഡ്വൈസ് കൊടുത്തെങ്കിലും എത്രയെത്ര അഡ്വഞ്ചേഴ്സ് ആയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണെന്ന മട്ടിൽ അതൊന്നും തന്നെ മൈൻഡാക്കുന്നില്ല അവൾ. അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ച് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഒരു കടയിലേക്ക് കയറി. അവിടെ കുറച്ച് ലോക്കൽ ഹണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ വളരെ മോശമായിട്ട് അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വേറെ ഒരുത്തൻ കടന്നു വരുന്നത്. അവന്റെ പേര് ബെൻ എന്നായിരുന്നു. അവന്റെ കയ്യിൽ കുറച്ച് ബീഫ് ജെർക്കീസ് ഉണ്ട്. അവനെ കണ്ടതും കടയുടെ ഓണർ, നിന്നെയാണ് ഇത്രയും നേരം കാത്തിരുന്നത്, നിന്റെ ബീഫിന് നല്ല ഡിമാൻഡാണ്, ഇനിയും ഒരുപാട് കൊണ്ടുവാ എന്ന് പറയാണ്. ഇതൊക്കെ നമ്മുടെ ഹീറോയിനും കേൾക്കുന്നുണ്ട്. ആ ലോക്കൽ ഹണ്ടേഴ്സ് അവളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കണ്ടിട്ട് ബെൻ അവരോട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവർ വെറുതെ വിടില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട അവന്മാർ മെല്ലെ അവിടെ നിന്നും പോകാണ്. ബെൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് ക്ഷമിക്കണം, അത് ഇവിടുത്തെ ലോക്കൽ ഹണ്ടേഴ്സ് ആണ്, വേറെ ഒന്നും തെറ്റായി കരുതണ്ട എന്ന് പറയാണ്. അത് കേട്ടതും അവൾ അത് സാരമില്ല, എന്നെ ഞാൻ സേഫായി തന്നെ നോക്കും എന്ന് പറഞ്ഞു. ബെൻ അത് കേട്ട് ചിരിച്ച് അവിടെ നിന്നും ഇറങ്ങി. അവൻ കൊണ്ടുവന്ന ബീഫിന്റെ ഒരു കവർ അവളും വാങ്ങുന്നുണ്ട്. നേരെ പുറത്തിറങ്ങി കാറിൽ കയറി മാപ്പ് എടുത്ത് നോക്കാണ്. എന്നാൽ അവൾ വിചാരിച്ച ആ കാട്ടിനുള്ളിലേക്ക് എങ്ങനെ പോകണമെന്ന് കൺഫ്യൂഷനിൽ നിൽക്കാണ്.
അപ്പോഴാണ് ബെന്നിനെ ശ്രദ്ധിക്കുന്നത്. അവന്റെ ഹെൽപ്പ് ചോദിക്കാമെന്ന് കരുതി മാപ്പ് കാണിച്ചു കൊടുത്ത് വഴി ചോദിച്ചു. നിങ്ങൾക്ക് ഈസിയായ വഴിയാണോ അതോ ഹാർഡായ വഴിയാണോ വേണ്ടത് എന്ന് അവൻ ചോദിക്കാണ്. അപ്പോൾ അവൾ തിരിച്ചു പറയാണ്, എനിക്ക് ബെസ്റ്റായ വഴി പറഞ്ഞു തരൂ. അങ്ങനെ അവൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കൂടെ മറ്റൊരു വഴിയും കൂടി അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെയുള്ള ഒരു സീക്രട്ട് ലൊക്കേഷൻ ആണത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പിങ്ങിന് പറ്റിയൊരു നല്ലൊരു ഏരിയ ആണത്. അങ്ങനെ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് സേഫായി പോകണമെന്നൊക്കെ അഡ്വൈസ് കൊടുത്ത് അവൻ പറഞ്ഞയച്ചു. അവൾ അത് കേൾക്കെ വിൻഡോ ക്ലോസ് ചെയ്തു, വണ്ടിയെടുത്തു നീങ്ങി. അങ്ങനെ കയാക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. എല്ലാം റെഡിയായി എന്ന് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ ലോക്കൽ ഹണ്ടേഴ്സ് വരുന്നത്. കയ്യിൽ പെപ്പർ സ്പ്രേയും പിടിച്ച് ഒരു സേഫ്റ്റിക്ക് അവൾ അവിടെ തന്നെ നിന്നു. കുറെ നേരം അവർ അവളോട് മിണ്ടാൻ നോക്കിയെങ്കിലും വിൻഡോ ഓപ്പൺ ചെയ്യാതെ കാറിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ അവർ അവരുടെ പാട് നോക്കി പോവാണ്. പിറ്റേന്ന് അവൾ ഹെൽമെറ്റൊക്കെ വെച്ച് ബോട്ടും കൊണ്ട് കയാക്കിങ്ങിന് ഇറങ്ങി. വെള്ളം വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തിയപ്പോൾ ആ ബോട്ട് കയറിന്മേൽ കെട്ടി താഴേക്കിറക്കി മുകളിൽ നിന്നും താഴേക്ക് അവൾ കുതിച്ചു. അങ്ങനെ ആ വെള്ളത്തിലൂടെ പോയി ഒരു സ്ഥലത്തെത്തി. അവിടെ നിറയെ പേരുടെ ചിത്രങ്ങൾ കണ്ടിരുന്നു. അവരുടെ തന്നെ സാധനങ്ങളും അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. റേഞ്ചർ ഓഫീസിൽ കണ്ട ചില മുഖങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. നേരം കുറച്ച് ഇരുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് ഇനി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞ് ടെന്റ് കെട്ടി. അവിടെ ഒരു മരത്തിന്റെ കൊമ്പിന്മേൽ അവൾ ബാഗ് തൂക്കി. ആ ബാഗിൽ നിന്നും വാങ്ങിച്ച ആ ബീഫ് ജെർക്കി എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതിന് സൂപ്പർ ടേസ്റ്റ് ആണല്ലോ എന്നും പറഞ്ഞ് അവൾ ആസ്വദിച്ച് കഴിച്ചു. അവൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് നന്നായി ഉറങ്ങി. പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ബാഗ് കാണാനില്ല. ആകെ ടെൻഷനായി ചുറ്റിലും നോക്കാണ്. ആരാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക? മാപ്പും ഫുഡും ഒക്കെ അതിനകത്താണ്. അങ്ങനെ ടെന്റിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ അതാ അതിനകത്തൊരു പാമ്പ്. അവൾ നല്ലോണം പേടിച്ചുപോയി. അങ്ങനെ ആ ബോട്ടുമെടുത്ത് ചുറ്റിലും ഒന്ന് കറങ്ങി നോക്കി. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് കാണാണ്. ഇതായിരിക്കും ബെൻ പറഞ്ഞ ആ ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് കയറി. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു ടെന്റും കണ്ടു. ആരോ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ബെൻ വരുന്നത്. ഹേയ്, നമ്മളന്ന് പരിചയപ്പെട്ടില്ലേ, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാണ്.